ഏറ്റവും പറഞ്ഞ എടുത്തിട്ടുള്ള അമ്മയെ കുറിച്ചാണെന്നാണ് എനിക്കും എടുത്തിട്ടില്ല. പക്ഷെ നമ്മള് കേൾക്കുന്ന ആളുകൾക്ക് ഇയാൾ സ്ഥിരം അമ്മയെ കുറിച്ച് തന്നെയാണെന്ന് പറയും. അമ്മ ഇങ്ങനെ ഭയങ്കരമായ ഡയറക്ഷനിൽ ഇങ്ങനെയാവണം ഇങ്ങനെയാവണം എന്ന് പറഞ്ഞൊന്നും വളർത്തിയിട്ടുള്ള ഒരാളല്ല. ഈ രണ്ട് പേഴ്സണാലിറ്റികളും നടുക്കാണ് നമ്മൾ വളർന്നത്. അപ്പൻ കുറച്ചുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലീസിങ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൻ്റെ നേച്ചറാണത്. അപ്പൻ അങ്ങനെ ആരെയും മുഖത്ത് നോക്കി നോ പറയാനോ ഒരു എതിർക്കാനോ ഒരാളായിട്ട് ശത്രുത ഉണ്ടാക്കാനോ ഇഷ്ടമുള്ള ഒരാളല്ല. അമ്മ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ആ സ്ട്രെയിറ്റ് ഫോർവേഡ് നേച്ചറിന്റെ ഭാഗമായി ശത്രുക്കൾ ഉണ്ടാവാം. അമ്മ ശത്രുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പൻ ഒരുപാട് യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അമ്മ വീട്ടിൽ ഒതുങ്ങാതിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പൻ സാമൂഹിക പ്രവർത്തകൻ, അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഈ ഒരു കോൺട്രാസ്റ്റിന് നടുക്കാണ് നമ്മളൊക്കെ വളരുന്നത്. നല്ലതാണോ? എനിക്ക് ഫാദറിന്റെ ട്രീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ സ്ട്രെയിറ്റ് ഫോർവേഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യം, എന്നിൽ എത്ര ശതമാനമാണ് എൻ്റെ അപ്പൻ, എത്ര ശതമാനമാണ് എൻ്റെ അമ്മ? ഇത് ഡിഫൈൻ ചെയ്യും. ഒരു സെൽഫ് അനാലിസിസ് ഒക്കെ നടത്തി നോക്കാവുന്നതാണ്. ഒരു കാലഘട്ടം വരെ എന്നിൽ ഒരു 70% എൻ്റെ അപ്പനായിരുന്നു, 30% മാത്രമായിരുന്നു അമ്മ. ഇപ്പൊ ഏതാണ്ട് ഒരു 50-50 ആണ് ശരിക്കും പറയാം. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ അതാ സംഭവിക്കണം. നമ്മളൊക്കെ നമ്മുടെ 50-ൽ എത്തുമ്പോൾ മനസ്സിലാവും നമ്മളെ ഏറെക്കുറെ അവിടെ അപ്പൻ അമ്മ തന്നെയാണ്. ഈ ജീൻ എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ. അപ്പൊ അമ്മ വളരെ, അമ്മയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ അമ്മയുടെ പേര് ചേർത്തുകൊണ്ടും അമ്മയെ കുറിച്ച് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ടും എല്ലാവരും വിചാരം എൻ്റെ അമ്മ മോഹൻലാലും ഞാൻ മോഹൻലാൽ, അമ്മ കവിയൂർ പൊന്നമ്മയാണെന്നാണ്. ഉണ്ണി പുട്ട് അങ്ങനെയല്ല. പല ഏരിയാസിലും ഇപ്പൊ എനിക്ക് അമ്മ അങ്ങനെ ഉറക്കെ സംസാരിക്കണമെന്ന് എനിക്ക് ഇഷ്ടം. ചിലപ്പോൾ ഭയങ്കര ഷൗട്ട് ചെയ്യും. ചിലപ്പോൾ റോട്ടിൽ കൂടെ പോണവർക്ക് നോക്കണ്ടാവും, എൻ്റെ അമ്മയൊന്നും എല്ലാം സംസാരിക്കും. അയലൊക്കത്തെ വീട് വെറുതെ അടക്കാണ്. പക്ഷെ ചിലപ്പോൾ വാടകക്കാർ വരും. അവിടത്തെ ചിലപ്പോൾ ഒരു പെൺകുട്ടി ഇതാ പുള്ളിക്കാരന്റെ വീടല്ലേ ഇങ്ങനെ നിക്കണ, അമ്മേനെ ഒച്ചയിട്ടനായിരിക്കും ചിലപ്പോൾ ആള് കേൾക്കണ്ടാവും. ആണെങ്കിടത്തല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് എന്റെ വീട്ടിൽ എനിക്ക് സംസാരിക്കാം. അപ്പൊ അങ്ങനെ കോൺട്രാസ്റ്റുകളുണ്ട്. അപ്പൻ അങ്ങനെ ഇല്ല. അപ്പൻ്റെ ഒരു ഡെസിബലിന്റെ മുകളിൽ ശബ്ദം ഉയരാറില്ല. അത് നമുക്കൊരു തരത്തിലൊരു ആശ്വാസമാണ്. അപ്പോ അമ്മ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ നോട്ട് ഈസി ടു ആക്സെപ്റ്റ്. സ്ലോലി പക്ഷെ അതൊക്കെ ശരിയായിരുന്നു എന്ന് തോന്നിപ്പോവാറുണ്ട്. അമ്മയ്ക്ക് അമ്മയുടേതായ ഒരുപാട് കുറവുകളുണ്ട്. നമ്മളിപ്പോഴും കോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയിലും ഉണ്ട്, അപ്പനിലും ഉണ്ട്. My mother is not a perfect mother, but her imperfections are acceptable. അതാണ് എനിക്ക് അമ്മയെ കുറിച്ച് പറയാം.